ഇടുക്കി മെഡിക്കൽ കോളേജിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് നാശത്തിന്റെ വക്കിൽ. നിർമ്മാണം പൂർത്തിയായി 4 വർഷം കഴിഞ്ഞിട്ടും പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയാണ് ഓക്സിജൻ പ്ലാന്റിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. അടിയന്തരമായി പ്രവർത്തനം തുടങ്ങിയില്ല എങ്കിൽ പ്ലാന്റിന്റെ ലൈസൻസും ഉടൻ നഷ്ടമായേക്കും. മെഡിക്കൽ കോളേജിന്റെ പുതിയ ബ്ലോക്കിനോടനുബന്ധിച്ച് 60 ലക്ഷം രൂപ ചിലവഴിച്ച് കോഴിക്കോട്ടുള്ള കമ്പനിയാണ് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ പ്ലാന്റിലേക്ക് ലിക്വിഡ് ഓക്സിജൻ എത്തിക്കുന്ന വലിയ ടാങ്കർ ലോറികൾക്ക് കടന്നുപോകാനുള്ള റോഡ് നിർമ്മിക്കാൻ അധികൃതർ മറന്നു. ലിക്വിഡ് ഓക്സിജനുമായി എത്തിയ വലിയ ടാങ്കർ ലോറിക്ക് പ്ലാന്റിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ലോഡുമായി തിരിച്ചു പോകേണ്ടി വന്നിരുന്നു. റോഡ് സൗകര്യമില്ലാത്തതിനു പുറമെ പ്ലാന്റിലേക്ക് ഇതുവരെ വൈദ്യുതി കണക്ഷനും ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. നിലവിൽ ആശുപത്രിയിലുള്ള മറ്റ് 2 ചെറിയ പ്ലാന്റുകളും പ്രവർത്തനരഹിതമാണ്. ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റാണത്. ആ ലിക്വിഡ് ഓക്സിജൻ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ അത് ഭാരമേറിയ വാഹനമാണ്. അത് ഈ റോഡിൽ കൂടെ വന്ന് ഇത് ഇറക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോഴും പ്രവർത്തിക്കാതെ പോകുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ മെഡിക്കൽ കോളേജിന് വേണ്ടി ഇന്റേണൽ റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടി 18 കോടി രൂപയോളം അനുവദിച്ചിരുന്നു. ആ അനുവദിച്ച തുക വെച്ച് ടെൻഡർ ചെയ്യുകയും ടെൻഡർ ഒരു കോൺട്രാക്ടർ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതിനുള്ളിലുള്ള ചില തർക്കങ്ങൾ, അതിനുള്ളിലുള്ള മെറ്റീരിയലുകളുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളൊക്കെയാണ് അത് ഇപ്പോഴും പണി ആരംഭിക്കാതിരിക്കുന്നതിനുള്ള കാരണം. മെഡിക്കൽ കോളേജിനുള്ളിലെ റോഡുകളുടെ നിർമ്മാണത്തിനായി 3 വർഷം മുമ്പ് 16 കോടി രൂപ അനുവദിച്ചിരുന്നതാണ്. എന്നാൽ സാധന സാമഗ്രികൾക്ക് വില കൂടിയെന്ന് കാണിച്ച് കരാറുകാരൻ പണി ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് റീടെൻഡർ ചെയ്ത് മറ്റൊരു കരാറുകാരനെ പണി ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ആദ്യത്തെ കരാറുകാരൻ കോടതിയെ സമീപിച്ചതോടെ റോഡ് പണി പൂർണ്ണമായും തടസ്സപ്പെട്ടു. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ പ്ലാന്റിലേക്കുള്ള 800 മീറ്റർ ദൂരമുള്ള റോഡിന്റെ നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിക്കാനുള്ള നീക്കത്തിലാണ് അധികൃതർ. അതേസമയം മാർച്ച് മാസത്തിൽ പ്ലാന്റിൽ ഓക്സിജൻ നിറയ്ക്കാനുള്ള കമ്പനിയുമായുള്ള കരാർ അവസാനിച്ചു. നിലവിൽ പ്ലാന്റിന്റെ ലൈസൻസ് നഷ്ടമായേക്കുമെന്ന അവസ്ഥയാണ്. മറ്റു 2 പ്ലാന്റുകൾ പ്രവർത്തന സജ്ജമാക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറാകുന്നുമില്ല. ജനം, ഇടുക്കി.